അമ്മമാരൊക്കെ കുട്ടികളോട് ഈ പോട്ടി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ പറയുന്ന കാര്യമാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ നീ ഒന്ന് ടോയ്ലറ്റിൽ പോയി ഇരുന്ന് നോക്ക്, നിനക്ക് വയറ്റിന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിടാറുണ്ട്. സാധാരണ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളിൽ, വയറ്റിന് സാധാരണയായിട്ട് പോവാത്ത ആളുകളിലൊക്കെ നമുക്ക് ഡിസയർ തോന്നിയാൽ, നമുക്ക് പോകണം എന്ന് തോന്നിയാൽ മാത്രം പോയിട്ട് ടോയ്ലറ്റിൽ ഇരിക്കുക. അല്ലാത്തൊരു സമയത്ത് പോയിരുന്ന് അവിടെ ചെന്നിരുന്ന് ഫലം പ്രയോഗിക്കുന്നൊക്കെ ബാക്കി കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പൈൽസ്, ഫിഷേഴ്സ് ഇത്തരത്തിലൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളിൽ, പൈൽസ്, ഫിഷേഴ്സ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ ചൂസ് ചെയ്യുക. യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നതോടുകൂടി നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലുള്ള ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ ഒരു പൊസിഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഫുഡ് റെസ്റ്റ് ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വെക്കുന്നതോടുകൂടി ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നതോടുകൂടി മസിൽസ് കുറച്ച് റിലാക്സ് ആവുകയും വയറ്റിന് പോകാൻ ഈസി ആവുകയും ചെയ്യും. പൈൽസും ഫിഷേഴ്സും ഒക്കെ ഉള്ള ആളുകളിൽ എപ്പോഴും ചൊറിച്ചിൽ, വേദന, സ്വെല്ലിങ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരക്കാർ നമ്മളെപ്പോഴും സിറ്റ്സ് ബാത്താണ് അവരോട് പറഞ്ഞു കൊടുക്കാറ്. സിറ്റ്സ് ബാത്ത് ടബുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിറ്റ്സ് ബാത്ത് ടബിൽ ഇളം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ പറയാറുണ്ട്. അത് അവർക്ക് ഈ സ്വെല്ലിങ്ങും ഈ ചൊറിച്ചിലുകളൊക്കെ കുറയ്ക്കാനൊക്കെ സഹായകമാവും. ഗർഭപാത്രം ഇറങ്ങി വരുന്ന സ്ത്രീകളിൽ, മൂത്രാശയം ഇറങ്ങി വരുന്ന ആളുകളിൽ, ഈ മലദ്വാരവുമായിട്ടുള്ള ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളുള്ള ആളുകളെല്ലാം നമ്മൾ കീഗിൾസ് എക്സസൈസ് ചെയ്യാൻ അവരോട് പറയാറുണ്ട്. അതായത് നമ്മുടെ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് ഉണ്ട്, ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യിക്കുക വഴി നല്ല റിലാക്സേഷൻ കിട്ടാറുണ്ട്. അതിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ പിടിച്ചു നിർത്തൂലേ, ഒന്നും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കില്ല, ഉള്ളിലേക്ക് ഒന്ന് വലിച്ചു പിടിക്കും. അത്തരത്തിൽ ഇങ്ങനെ ഹോൾഡ്, ഉള്ളിലോട്ടൊന്നും ഇങ്ങനെ മുറുക്കി പിടിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, പിന്നെ ഒന്ന് മുറുക്കി പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ഇതിങ്ങനെ എപ്പോഴും മാക്സിമം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള മസിൽസിനൊക്കെ ഒരു പ്രൊലാപ്സ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരിക, റെക്ടൽ പ്രൊലാപ്സ് ഇത്തരത്തിലൊക്കെ വരാൻ, കോംപ്ലിക്കേഷൻസ് തടയാൻ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആവും.